ഹായ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൻകോഡേഴ്സ് പറഞ്ഞു അല്ലേ. എന്താണ് എൻകോഡർ എന്നും അതിൻ്റെ ഒരു ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഒരു എക്സാമ്പിളും വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആരെങ്കിലും കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ മുകളിലെ ലിങ്കിൽ പോയിട്ട് അതൊന്ന് കാണാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലെക്സറും ഡീമൾട്ടിപ്ലെക്സറും എന്താണെന്നാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസും ഓരോന്ന് നമ്മൾ നോക്കും. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്ലെക്സറും അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡീമൾട്ടിപ്ലെക്സറും അതേപോലെ മൾട്ടിപ്ലെക്സർ ട്രീ എന്താണെന്നുള്ളതും ഡീമൾട്ടിപ്ലെക്സർ ട്രീ എന്താണെന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. ഓക്കെ, സോ മൾട്ടിപ്ലെക്സർ നമ്മൾ യൂഷ്വലി മക്സ് എന്ന് പറയാറുണ്ട്. മക്സ് മീൻസ് മൾട്ടിപ്ലെക്സറിനെ ഷോർട്ടാക്കിയിട്ട് പറയുന്നതാണ്. ഡീമൾട്ടിപ്ലെക്സറിന് അതേപോലെ ഡി മക്സ് എന്ന് പറയാറുണ്ട്, ഡി മൾട്ടിപ്ലെക്സർ എന്നുള്ളത്. ഓക്കെ, അപ്പം എന്താണ് മൾട്ടിപ്ലെക്സർ എന്നും എന്താണ് ഡീമൾട്ടിപ്ലെക്സർ ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയാം, അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഓക്കെ, മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻപുട്ട് ലൈൻ ഉണ്ടാവും, ഒരു സിംഗിൾ ഔട്ട്പുട്ട് ലൈൻ ഉണ്ടാവും. ഓക്കെ, n നമ്പർ ഓഫ് ഇൻപുട്ട് ലൈനും സിംഗിൾ ഔട്ട്പുട്ട് ലൈൻ ഉള്ളതിനാണ് പറയുക മൾട്ടിപ്ലെക്സർ എന്ന് പറയാം. അതായത് ഒരുപാട് ഇൻപുട്ട് ലൈൻസ് ഒന്ന് ഇൻപുട്ട് നമ്മുടെ ഡിവൈസിലേക്ക് വരും, മൾട്ടിപ്ലെക്സറിലേക്ക് വരും. അതിൽ വരുന്ന ഒരുപാട് ഇൻപുട്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രം അറ്റ് എ ടൈം നമ്മൾ ഔട്ട്പുട്ട് ലൈനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ആ ഔട്ട്പുട്ട് ലൈനിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു സിംഗിൾ ഇൻപുട്ട് ലൈൻ ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സെലക്ഷൻ ലൈൻസും ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സെറ്റപ്പ്. അതായത് ഒരു മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് ഇൻപുട്ട് ലൈൻസ് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും. അതേപോലെ ഏത് ഇൻപുട്ടാണ് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സെലക്ഷൻ ലൈൻസും ഉണ്ടാവും, ഒരു സെറ്റ് ഓഫ് സെലക്ഷൻ ലൈൻസും ഉണ്ടാവും. ഇതിൻ്റെ നമ്പേഴ്സും സെലക്ഷൻ ലൈനിൻ്റെ നമ്പേഴ്സും അതേപോലെ ഇൻപുട്ട് ലൈനിൻ്റെ നമ്പേഴ്സും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രപ്പോർഷനിലാണ് പോകുന്നത്. ഇതാണ് മൾട്ടിപ്ലെക്സർ ബ്രീഫായിട്ട് പറഞ്ഞാൽ. അതേപോലെ ഡി മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാൽ എന്താണോ മൾട്ടിപ്ലെക്സർ ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് അത് ചെയ്യുക, ഡി മൾട്ടിപ്ലെക്സർ ചെയ്യുക. അതായത് ഒരു ഡി മൾട്ടിപ്ലെക്സർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന് ഒരു ഇൻപുട്ട് ലൈനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു സിംഗിൾ ഇൻപുട്ട് ലൈനേ ഉണ്ടാവുള്ളൂ. ആ വരുന്ന ഇൻപുട്ട് ലൈന് ഔട്ട്പുട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻ ഉണ്ടാവും ഒരു ഡീമൾട്ടിപ്ലെക്സറിന്, n നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻ. അതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ഈ വരുന്ന ഇൻപുട്ടിനെ കടത്തിവിടും. ഓക്കെ, സോ ബേസിക്കലി മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാൽ ഒരു n ഇൻപുട്ട് നിന്ന് ഒരു സിംഗിൾ ഔട്ട്പുട്ട് ലൈനിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അതേസമയം ഡീമൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാൽ ഒരു 1 ഇൻപുട്ട് വരും ആൻഡ് n നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻ ഉണ്ടാവും. പക്ഷേ ഈ n നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻ ഉള്ളതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രമേ ഈ ഇൻപുട്ട് ലൈൻ നമ്മൾ പാസ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. അങ്ങനത്തെയാണ് എന്ത് പറയാം, ഡി മൾട്ടിപ്ലെക്സർ എന്ന് പറയാം. അപ്പം ഈ വരുന്ന n ലൈനിന് ഒന്നിനെ മാത്രം ചൂസ് ചെയ്ത് അത് 1 ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യാനും അതേപോലെ ഈ വരുന്ന ഒരു ഇൻപുട്ട് ലൈനിനെ ഔട്ട്പുട്ട് ലൈനുള്ള n എണ്ണത്തിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, കുറച്ച് സെലക്ഷൻ ലൈൻസ് ഉണ്ടാവും. അതായത് ഇവിടുന്ന് ഏത് ചൂസ് ചെയ്യണം, അതേപോലെ ഇവിടെ നിന്ന് ഏതിലേക്ക് ചൂസ് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുണ്ടാവും ഒരു സെലക്ഷൻ ലൈൻസും കൂടെ കൂടിയിട്ടാണ് എന്ത് വരിക, മൾട്ടിപ്ലെക്സേഴ്സ് വരിക. ഇതാണ് ഒരു ബേസിക് ഐഡിയ. ഓക്കെ, മൾട്ടിപ്ലെക്സറും ഡീമൾട്ടിപ്ലെക്സറും. ദെൻ അതിൻ്റെ കോമ്പിനേഷൻസിനെയാണ് എന്ത് പറയുക, മൾട്ടിപ്ലെക്സർ ട്രീ എന്നും അതേപോലെ മൾട്ടിപ്ലെക്സർ ഡീമൾട്ടിപ്ലെക്സർ ട്രീ എന്നും പറയുന്നത്. അതായത് n നമ്പർ ഓഫ് മൾട്ടിപ്ലെക്സർ കണക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, മൾട്ടിപ്ലെക്സർ ട്രീ എന്ന് പറയുന്നത്. അതേപോലെ n നമ്പർ ഓഫ് ഡീമൾട്ടിപ്ലെക്സർ കണക്ട് ചെയ്യുന്നതിന് ഡീമൾട്ടിപ്ലെക്സർ ട്രീ എന്ന് പറയും. ഇത്രയാണ് നമുക്ക് ഇന്ന് ടോട്ടൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. എന്താണ് മൾട്ടിപ്ലെക്സർ എന്നുള്ള ഡെഫിനിഷനും അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം അതിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആദ്യം നോക്കാം. ദെൻ മൾട്ടിപ്ലെക്സർ ട്രീയിലേക്ക് പോകും. അതിനുശേഷം ഡീമൾട്ടിപ്ലെക്സർ എന്താണെന്ന് പറയും ആൻഡ് ഡീമൾട്ടിപ്ലെക്സർ ഒരു എക്സാമ്പിൾ പറയും. അതിനുശേഷം ഡീമൾട്ടിപ്ലെക്സർ ട്രീ എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് നേരിട്ട് മൾട്ടിപ്ലെക്സർ എന്താണെന്നുള്ളതിൽ നോക്കാം. സോ വാട്ട് ഈസ് മൾട്ടിപ്ലെക്സർ? അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്, മൾട്ടിപ്ലെക്സർ. ഓക്കെ, സോ ഒരു മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാൽ സോ ഡെഫിനിഷൻ നോക്കാം നിങ്ങൾക്ക്. എ മൾട്ടിപ്ലെക്സർ ഓർ മക്സ് is a device that allow digital signal from several sources to be routed onto a single line of output. അല്ലേ, അതായത് n നമ്പർ ഓഫ് ഇൻപുട്ട് ലൈൻ ഉണ്ടാവും, അതൊന്ന് ഒരു സിംഗിൾ ഔട്ട്പുട്ട് ലൈനിലേക്ക് നമുക്ക് റൂട്ട് ചെയ്യാനുള്ള ഒരു ഡിജിറ്റൽ ഡിവൈസ് ആണെന്ന് പറയുന്നത് മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നല്ലോണം നോക്കി വെക്കുക.
Okay, then it has several input lines and a single output line. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു മക്സ് എന്ന് പറഞ്ഞാൽ അതിന് n number of input line ഉണ്ടാവും, ഒരു സിംഗിൾ ഔട്ട്പുട്ട് ലൈനും ഉണ്ടാവും. Okay, it has also data selection lines which specify which input signal has to be switched to the output line. അതായത് ഒരു മൾട്ടിപ്ലക്സറിന് ഇൻപുട്ട് ലൈനും ഔട്ട്പുട്ട് ലൈനിൻ്റെയും പുറമെ n number of സെലക്ഷൻ ലൈൻസ് ഉണ്ടാവും. അതാണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഏത് ഇൻപുട്ട് ലൈനാണ് ഔട്ട്പുട്ട് ലൈനിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടത്, കണക്ട് ചെയ്യേണ്ടതെന്ന് ഡിറ്റർമൈൻ ചെയ്യാനാണ് നമുക്ക് ഒരു n number of സെലക്ഷൻ ലൈൻസ് അവിടെ ഉണ്ട്. സോ ഒരു മൾട്ടിപ്ലക്സർ കൺസിസ്റ്റ് ഓഫ് n number of input lines, one output line and n number of selection lines. Okay, n data selector lines are required for routing 2 power n input lines. Okay, അതായത് നമുക്ക് മാക്സിമം ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ, ലാസ്റ്റ് ഡെഫിനേഷൻ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ 4 ഇൻപുട്ട് ലൈൻസ് ഉണ്ടെങ്കിൽ ആ 4നെ നമുക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷനിൽ ചൂസ് ചെയ്യാൻ നമുക്കറിയാം ബൈനറിയിൽ 2 ഡിജിറ്റ്സ് വേണം അല്ലെങ്കിൽ 2 ബിറ്റ്സ് വേണം. സോ നമുക്ക് എന്ത് ആവശ്യം ഉണ്ടാവും, 2 number of selection lines ആവശ്യം ഉണ്ടാവും ഇൻ കേസ് 4 input lines are there. If the number of input line is 8, suppose it is 8, we need 3 selection lines. If it is 16, input line number of input lines are 16, then we need 4 in selection lines. This goes like that. Okay, ഇത് അങ്ങനെയാണ് ഈ സാധനം പോകുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞത്, n data selector lines are required for routing 2 power n input line. 2 power n input lines ഉണ്ടെങ്കിൽ we need n data selection lines. സെലക്ഷൻ ലൈൻസിൻ്റെ എണ്ണം ഡിറ്റർമിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് 4 ഇൻപുട്ട് ലൈൻസ് ഉണ്ടെങ്കിൽ 2, 8 ഉണ്ടെങ്കിൽ 3. സോ 2 power 3 means 8. That is the idea behind this. Okay, സോ ഇതാണ് മൾട്ടിപ്ലക്സർ ഡെഫിനിഷൻ. ഓക്കെ, സോ ഒരു n-to-1 മൾട്ടിപ്ലക്സറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സോ ഇതാണ് നമ്മുടെ മൾട്ടിപ്ലക്സർ എന്നുള്ള ആ ഒരു ഡിജിറ്റൽ ഡിവൈസ്. ഇറ്റ് ഹാസ്, നമ്മൾ നേരത്തെ പറഞ്ഞു n ഇൻപുട്ട് ലൈൻസ്, അതാണ് ഇവിടെ D0, D1, D2 up to Dn-1. Dn-1 വരാൻ കാരണം we are starting count from D0. So D0, D1, D2, Dn-1 up to അത്രയും ഇൻപുട്ട് ലൈൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു സാധാരണ നിങ്ങൾക്ക് കാണാം ഒരു what we called ഒരു എനേബിൾ ബട്ടൺ ഇ. നിങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ചപ്പം ഇ എന്താന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എനേബിൾ ഒരു സ്വിച്ച് പോലെ വർക്ക് ചെയ്യാനാണ്. അതായത് ഈ പർട്ടിക്കുലർ ഡിവൈസ് വർക്ക് ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ സ്വിച്ച് കൊടുക്കുന്നതാണ് ഈ ഇ ബട്ടൺ. കേസ് ഓപ്ഷനലാണ്, വേണമെങ്കിൽ കൊടുക്കാം. ഇറ്റ് ഈസ് ബെറ്റർ എപ്പോഴും ഒരു എനേബിൾ ഉള്ളതാണ് ഇതിന്. ഓക്കെ, നേരത്തെ പറഞ്ഞ ഡെഫിനേഷനിൽ ഒരു n number of input line D0, D1, D2 up to Dn-1, then ഒരു സിംഗിൾ ഔട്ട്പുട്ട് ലൈൻ, ദാറ്റ് മീൻസ് y. ഒരു സിംഗിൾ ഔട്ട്പുട്ട് ലൈൻ ഉള്ളത് y എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് എന്ത് വേണം, സെലക്ഷൻ ലൈൻസ് വേണമെന്ന് പറഞ്ഞു, അതാണ് ഇവിടെ കാണിച്ച ഈ സെലക്ഷൻ ലൈൻസ്. അതായത് സെലക്ഷൻ ലൈൻ നമ്മൾ S0, S1, S2, S3 അപ് ടു Sn-1 എന്നാണ് സാധാരണ മെൻഷൻ ചെയ്യുക. ഇതാണ് ഒരു n-to-1 മൾട്ടിപ്ലക്സറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, അപ്പം ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള എക്സാമ്പിൾസ് n-to-1 എന്ന് പറയുമ്പം ഒരു ജനറൽ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്, മൾട്ടിപ്ലക്സറിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് 2-to-n മൾട്ടിപ്ലക്സർ, 2-to-1 മൾട്ടിപ്ലക്സർ, അതേപോലെ 4-to-1 മൾട്ടിപ്ലക്സർ. എല്ലാ മൾട്ടിപ്ലക്സറിനും ഒരു ഔട്ട്പുട്ട് ലൈനേ ഉണ്ടാവുള്ളൂ. അതേപോലെ 8-to-1 മൾട്ടിപ്ലക്സർ. ഓക്കെ, 8-to-1 മൾട്ടിപ്ലക്സർ. സോ ഇത് മൂന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലും കൂടുതലുണ്ട്, 16-to-1 ഒക്കെ ഉണ്ട്. അതൊന്നും എന്ന് പറയുന്നില്ല. ഈ രണ്ടെണ്ണം പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ ഏകദേശം കിട്ടും, എന്താണ് മൾട്ടിപ്ലക്സറും അതിൻ്റെ വലിയ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ആദ്യം 2-to-1 മൾട്ടിപ്ലക്സർ എന്താണെന്നുള്ളതൊന്ന് നോക്കാം. എ 2-to-1 മൾട്ടിപ്ലക്സർ, സോ പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഹാസ് 2 ഇൻപുട്ട് ലൈൻ ആൻഡ് 1 ഔട്ട്പുട്ട് ലൈൻ, ആൻഡ് ഇറ്റ് ഹാസ് 1 സെലക്ഷൻ ലൈൻ അല്ലേ. 2 power 1 is equal to 2. നേരത്തെ പറഞ്ഞ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവുക. ഇഫ് യു ഹാവ് 2 power n
ഇൻപുട്ട് ലൈൻ വി നീഡ് അറ്റ്ലീസ്റ്റ് n സെലക്ഷൻ ലൈൻസ്. ഇവിടെ 2 ആണ് ഇൻപുട്ട് ലൈൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എത്ര സെലക്ഷൻ ലൈൻ വേണം? ഒരു സെലക്ഷൻ ലൈൻ വേണ്ടിയില്ല, കാരണം 2⁻1 ആണ് എന്ത് 2 എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ സെലക്ഷൻ ലൈൻസിന്റെ എണ്ണം നമുക്ക് കിട്ടുന്നത്. സോ ഇറ്റ് ഹാസ് 1 സെലക്ഷൻ ലൈൻസ് ആൻഡ് ഇതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം ആണ് ഇവിടെ ഈ ഫിഗറിൽ കാണുന്നത്. 2:1 മൾട്ടിപ്ലക്സറിന്റെ ബ്ലോക്ക് ഡയഗ്രം ആണ്. സോ ഈ 2:1 മൾട്ടിപ്ലക്സറിന് 2 ഇൻപുട്ട് ലൈൻസ് ആണെന്ന് പറഞ്ഞാൽ അതിനിവിടെ D0 എന്നും D1 എന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണാം നിങ്ങൾക്ക്. ആൻഡ് ഇറ്റ് ഹാസ് 1 ഔട്ട്പുട്ട് ലൈൻ, ദാറ്റ് ഈസ് Y. ഈ Y ആണ് ഇവിടെ ഇതിന്റെ ഔട്ട്പുട്ട് ലൈൻ എന്നായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ് ഹാസ് എ 1 സെലക്ഷൻ ലൈൻ, ദാറ്റ് ഈസ് സിംപ്ലി S. ഈ S ആണ് എന്ത് ഈ ഒരു 2:1 മൾട്ടിപ്ലക്സറിന്റെ ഒരു സെലക്ഷൻ ലൈൻസ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ലൈൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഒരു 2:1 മൾട്ടിപ്ലക്സറിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, സോ ഒരു ഡയഗ്രാമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. സോ ഇത് കൺസിസ്റ്റ് ഓഫ് ആൻഡ് ഗേറ്റ്സ്. നമ്മൾ ആൻഡ് ഗേറ്റ് വെച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ഒരു ഈ പറഞ്ഞ മൾട്ടിപ്ലക്സേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. സോ 2:1 മൾട്ടിപ്ലക്സറിന് ഇവിടെ 2 ആൻഡ് ഗേറ്റ്സ് കാണാം നിങ്ങൾക്ക്. ഇതാണ് ആൻഡ് ഗേറ്റ്സിലെ ഇവിടെ ഒന്നും ആൻഡ് ഇവിടെ ഒരു ആൻഡ് ഗേറ്റ്സും കാണാം നിങ്ങൾക്ക്. ആൻഡ് അതേപോലെ ഒരു ഓർ ഗേറ്റും കൂടെ ഉണ്ട് ഇവിടെ ലാസ്റ്റ്. ആൻഡ് Y ഇവിടുന്ന് ഈ ഓർ ഗേറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് ഇവിടെയാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2:1 മൾട്ടിപ്ലക്സറിന് ഒരു സെലക്ഷൻ ലൈൻസേ ഉള്ളൂ. അതാണ് ഇവിടെ കാണിച്ച S എന്ന് പറയുന്നത്. ഇവിടെ കാണാം നിങ്ങൾക്ക് S. ഇത് S ആണ് സെലക്ഷൻ ലൈൻ. ഓക്കെ, സോ ഈ സെലക്ഷൻ ലൈനിന്റെ വാല്യൂ 0 or 1 2 കോമ്പിനേഷൻസ് ആണുള്ളത്, ബൈനറി ആയതുകൊണ്ട് തന്നെ ഈ സെലക്ഷൻ ലൈൻസിന്റെ വാല്യൂ എന്താണോ അതിനനുസരിച്ചിട്ട് ഏതർ D0 ഒന്നെങ്കിൽ ഈ D0 എന്നുള്ളത് ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും, അല്ലെങ്കിൽ എന്ത് കിട്ടും, D1 എന്നുള്ളത് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടും. D1 ഇതായിരിക്കും ഇവിടെ ഔട്ട്പുട്ട് വരിക. എങ്ങനെയാന്ന് നോക്കാം. സപ്പോസ് ഇത് മാത്രം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ബാക്കിയുള്ളതിൻ്റെ ഡയഗ്രാംസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ അത് പറഞ്ഞു പോയുള്ളൂ. അപ്പോൾ ഇതൊന്ന് നോക്കാം. സോ എസിൻ്റെ വാല്യൂ സപ്പോസ് 0 ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ വാല്യൂ എസിൻ്റെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എസിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ നോക്കാം നിങ്ങൾക്ക്. എസ് ഇവിടുന്ന് ഇങ്ങനെ പോയി ഇവിടെ ഒരു ജോയിൻറ്റ് കണക്ഷൻ വരുന്നുണ്ട്. സോ ഇവിടുന്ന് അത് നേരെ ഇവിടെ എത്തും. സോ വി ക്യാൻ സി എ നോട്ട് ഗേറ്റ് ദർ, ഒരു ഇൻവേർട്ടർ ഉണ്ട് ഇവിടെ. സോ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താവും, ഇറ്റ് ഈസ് 1. 0 ആണ് കൊടുത്തത്. ഈ നോട്ട് ഗേറ്റ് പാസ് ചെയ്യുമ്പം ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും, അല്ലെങ്കിൽ ഈ ലൈൻ എന്താണ് 1 ആവും. അതേസമയത്ത് ഈ ലൈൻ നോക്കുക, ഈ ലൈൻ എന്താണ്, ഇറ്റ് ഈസ് 0 ഇയർ, കാരണം ആ ലൈനിൽ നോട്ട് ഗേറ്റ് ഇല്ല, അത് 0 ആണ്. സോ ഇത് ഇവിടെ എസിൻ്റെ വാല്യൂ 0 ആകുമ്പം ഇതിൽ പോയി 1 പോയി ഇവിടെ എത്തി, 0 പോയി ഇവിടെ എത്തി, അത് 1 ആയി. സോ ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്താവും, 1 ആവും. സോ പിന്നെ ഒരു ഇൻപുട്ട് വരാനുള്ളത് ഈ D0 ആണ്. സോ ഈ D0യും വരും ഇവിടെ. സോ ഈ ഫസ്റ്റ് ആൻഡ് ഗേറ്റിൻ്റെ, ഇതാണ് ഫസ്റ്റ് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഈ ആൻഡ് ഗേറ്റിൻ്റെ 2 ഇൻപുട്ട് എടുത്താൽ ഒന്ന് 1 ആണ്. ദാറ്റ് മീൻസ് സെലക്ഷൻ ലൈൻസ് 0 ആയി, അത് നോട്ട് ഗേറ്റിലൂടെ വന്നിട്ട് 1 ആയതാണ്. രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ D0 ആണ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ആൻഡ് ഗേറ്റിൻ്റെ പ്രോപ്പർട്ടി ഒക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ഗേറ്റിന് ഇൻപുട്ട് ഒരെണ്ണം 1ഉം മറ്റത് അൺനോണും ആണ്, D0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, D0ൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. കാരണം ഇവിടെ 1 വന്നു, ഇനി ഇത് 1 ആണെങ്കിൽ D0 1 ആണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് 1 വരും, D0 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 വരും. സോ ഈ ആൻഡ് ഗേറ്റിൻ്റെ റിസൾട്ട് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഈ വരുന്ന D0നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഇവിടെ D0 ഡിപ്പെൻഡ് ചെയ്യും, ഇവിടെ നമുക്ക് D0 കിട്ടും, കാരണം D0 എന്താണോ അതാണ് ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതേസമയം ഈ ഒരു ഗേറ്റ് നോക്കുക നിങ്ങൾ, ഇങ്ങനെ പോയി ഇവിടെ 0 വന്നു, നേരെ ഈ രണ്ടാമത്തെ ആൻഡ് ഗേറ്റിലേക്ക് പോയി. ഈ രണ്ടാമത്തെ ആൻഡ് ഗേറ്റിന് ഒരു ഇൻപുട്ട് എന്താണ്, ഇറ്റ് ഈസ് 0 ആണ് ഇവിടെ. സോ ഒരു ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ, ആൻഡ് ഗേറ്റിൻ്റെ പ്രോപ്പർട്ടി അറിയാൻ നിങ്ങൾക്ക്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഔട്ട്പുട്ട് എന്താവും, 0 ആവും. സോ ഇവിടെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഇവിടെയുള്ള ഈ ഓർ ഗേറ്റിലേക്ക് നമുക്ക് എന്ത് കിട്ടും, D0 എന്നുള്ളതും ഒരു ഇൻപുട്ട് കിട്ടും, അതേപോലെ 0 എന്നുള്ള വേറൊരു ഇൻപുട്ടാണ് കിട്ടുന്നത് ഈ ഓർ ഗേറ്റിലേക്ക് വരുന്നത്.
സോ ഓർ ഗേറ്റ് ചെയ്യുന്നത് എ ഓർ ബി ആണല്ലേ, ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി. സോ D0ന്റെ വാല്യൂ ഇത് 0 ആണ് എന്തായാലും ഈ വരുന്നത്, അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ y നമുക്ക് എന്ത് കിട്ടും, D0 എന്ന് കിട്ടും. D0ന്റെ വാല്യൂ എന്താണോ അതാണ് ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇതാണ് അതിൻ്റെ പ്രോപ്പർട്ടി. ഇനി ഇതിൻ്റെ നേരെ റിവേഴ്സ് കേസ് ആലോചിക്കുക നിങ്ങൾ. റിവേഴ്സ് കേസ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻസ് മാറുന്നതാണ്. ദാറ്റ് മീൻസ് എസിൻ്റെ വാല്യൂ 1 ആവുന്ന കേസ് നോക്കാം. എസിൻ്റെ വാല്യൂ 1 ആവുന്ന കേസ്, ഇപ്പോൾ 0 ആവുന്ന കേസിൽ നമുക്ക് കണ്ടു എന്താണ് ഔട്ട്പുട്ട് y എന്ത് വരുന്നുണ്ട്, D0 ആണ് വരുന്നത്. എസിൻ്റെ വാല്യൂ 0 ആവുന്ന കേസിൽ ഈ ഒരു പെർട്ടിക്കുലർ കണക്ഷൻ വെച്ചിട്ട് ഇവർക്കും അങ്ങനെയാണ് വരുന്നത്. ഇനി എസിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഉള്ള കോമ്പിനേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ സപ്പോസ് എസ് ദിസ് വാല്യൂ സെലക്ഷൻ ലൈനിൻ്റെ വാല്യൂ ആണ് പറയുന്നത്. സെലക്ഷൻ ലൈനിൻ്റെ വാല്യൂ 0 എന്ന് നേരെ സപ്പോസ് 1 ആണെന്ന് വിചാരിക്കുക. ഇഫ് ഇറ്റ് ഈസ് 1, ഇത് 1 ആണെങ്കിൽ ഈ നോട്ട് ഗേറ്റിലൂടെ ഇത് പാസ് ചെയ്യുമ്പം ഇതിൻ്റെ വാല്യൂ എന്താവും, 0. സോ ഈ നോട്ട് ഗേറ്റിൻ്റെ റിസൾട്ടായിട്ട് നമുക്കിവിടെ ഒരു 0 കിട്ടും. ഓക്കെ, അതേസമയം ഈ എസ് ആണ് നേരെ ഇവിടെ പോയിട്ട് ഈ രണ്ടാമത്തെ ആൻഡ് ഗേറ്റിലേക്ക് എത്തുന്നത്. സോ ദാറ്റ് മീൻസ് ഇവിടെ ഒരു 1 വരുന്നുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ സെയിം സാധനം റിവേഴ്സ് ആവുന്നുള്ളൂ. ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണോ ഇവിടെ D1 വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് either 0 or 1. D1ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഈ ആൻഡ് ഗേറ്റ് 1 പ്രൊഡ്യൂസ് ചെയ്യും, കാരണം ഇവിടെ 1 ആണുള്ളത്. D1ൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇവിടെ ഔട്ട്പുട്ട് 0 പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇവിടെ വാല്യൂ എന്തായിരിക്കും, D1 എന്നായിരിക്കും. സോ നേരത്തെ പറഞ്ഞ പോലെ ഒരു 0യും ഈ D1 ആണ് ഈ ഓർ ഗേറ്റിലേക്ക് വരുന്നത്. സോ 0 പ്ലസ് സംതിങ് എ ഓർ ബി ആണ് ഓർ ഗേറ്റ്. ഈ y ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും, D1 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഈ മൾട്ടിപ്ലെക്സറിന് വർക്കിംഗ് വെച്ചിട്ട് നമുക്ക് സെലക്ഷൻ ലൈൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്പർ ഓഫ് ഇൻപുട്സ് ഒരു ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നതെന്ന് തീരുമാനിക്കുന്നത്. ഇത് ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കാണിച്ചത് 2-to-1 മൾട്ടിപ്ലെക്സർ. ഈ വർക്കിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന 4-to-1ഉം അതേപോലെ 8-to-1ഉം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോവില്ല, പറഞ്ഞു പോവേ ഉള്ളൂ. സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് അവിടെയൊക്കെ വരുന്നത്. ഓക്കെ, സോ ഇതൊന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് മൾട്ടിപ്ലെക്സർ ചെയ്യുന്നതല്ലേ. അതായത് മൾട്ടിപ്ലെക്സർ 2-to-1 മൾട്ടിപ്ലെക്സർ ആണെങ്കിൽ 2 ഇൻപുട്ട് ലൈൻസ് ഉണ്ടാവും, അതേപോലെ എത്ര ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും, 1 ഔട്ട്പുട്ട് ലൈൻ ആണുള്ളത്. അതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഏത് ഇൻപുട്ട് ലൈനാണ് 2 എണ്ണം വരുന്നതിൽ ഏതാണ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടേണ്ടതെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ഷൻ ലൈൻസ് വേണം. ഇവിടെ ആകെ ഒരു സെലക്ഷൻ ലൈൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, ബിക്കോസ് നമുക്ക് ഇൻപുട്ട് സൈഡിൽ ആകെ എന്തേ ഉള്ളൂ, 2 ഇൻപുട്ട് ലൈനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ പോവാം. എങ്ങനെയാണ് ഈ ട്രൂത്ത് ടേബിൾ ഫില്ല് ചെയ്യുക. നിങ്ങൾക്കറിയാം എസിൻ്റെ വാല്യൂ, ഇപ്പം നിങ്ങൾ കണ്ട സെലക്ഷൻ ലൈൻസിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് വരിക, എന്താ ഔട്ട്പുട്ട് വരിക, ഇഫ് ഇറ്റ് ഈസ് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ബിക്കം D0. നിങ്ങൾ കണ്ടു അല്ലേ. ഇനി എസിൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക. ഇഫ് ഇറ്റ് ഈസ് 1, നമ്മൾ കൊടുക്കുന്ന സെലക്ഷൻ ലൈനിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് വരുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇറ്റ് ഈസ് D1. ക്ലിയർ ആണോ? അപ്പം ഇതാണ് ഒരു 2-to-1 മൾട്ടിപ്ലെക്സറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത്. എത്ര ഇൻപുട്ട് ഉണ്ട്, എത്ര ഔട്ട്പുട്ട് ഉണ്ട്, സെലക്ഷൻ ലൈൻസ് എന്താണെന്നുള്ളതും അതിൻ്റെ വർക്കിംഗ് ആ ഡയഗ്രാം വരക്കണം. ദെൻ ബ്ലോക്ക് ഡയഗ്രാം പറ്റെങ്കിൽ അത് വരയ്ക്കുക. ദെൻ ഈ ട്രൂത്ത് ടേബിൾ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എന്താണ് ഒരു മൾട്ടിപ്ലെക്സർ 2-to-1 മൾട്ടിപ്ലെക്സർ എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ട്രൂത്ത് ടേബിളും കൂടെ വേണം നിങ്ങൾ എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ. യൂഷ്വലി എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ മൾട്ടിപ്ലെക്സർ ആൻഡ് ഡിമൾട്ടിപ്ലെക്സ് ചോദിക്കുകയാണെങ്കിൽ 4-to-1 മൾട്ടിപ്ലെക്സറും അതേപോലെ 1-to-4 മൾട്ടിപ്ലെക്സറും ആണ് എഴുതേണ്ടത്. ഓക്കെ, ഇപ്പോൾ 2-to-1 ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇത് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള 4-to-1ഉം 8-to-1ഉം ഒക്കെ സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം. സോ വി കംപ്ലീറ്റഡ് ദിസ് അല്ലേ, ഇത് കഴിഞ്ഞു. ഒരു 2-to-1 മൾട്ടിപ്ലെക്സർ എന്താണെന്നുള്ളത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തെന്ത് നോക്കാം, ഒരു 4-to-1 മൾട്ടിപ്ലെക്സർ എന്താണെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഒരു 4-to-1 മൾട്ടിപ്ലെക്സർ എന്നുള്ളത് അല്ലേ. ഒരു 4-to-1 മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 ഇൻപുട്ട് ലൈൻസ് അല്ലേ. എത്ര ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും, 1 ഔട്ട്പുട്ട് ലൈൻസ്. അതുപോലെ എത്ര സെലക്ഷൻ ലൈൻസ് ഉണ്ടാവും,
2 ആണ് ഇൻപുട്ട് ലൈൻ. അപ്പോൾ 2 പവർ n എന്ന് പറഞ്ഞാൽ അവിടെ n-ന്റെ വാല്യൂ ആണ് നമുക്ക് 2 പവർ 2 ആണ് 4 എന്ന് പറയുന്നത്. സോ എത്ര ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടോ, സെലക്ഷൻ ലൈൻസ് ഉണ്ടാവുക? ഓൺലി 2 സെലക്ഷൻ ലൈൻസ് ഉണ്ടാവും. ക്ലിയർ ആണോ? അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ എ 4-to-1 മൾട്ടിപ്ലക്സർ, എ 4 ഇൻപുട്ട് മൾട്ടിപ്ലക്സർ ഹാസ് 2 ഡാറ്റ സെലക്ഷൻ ലൈൻസ്. ഇവിടെ ബ്ലോക്ക് ഡയഗ്രം കാണാൻ നിങ്ങൾക്ക് S0-യും S1 ആണ് എന്ത് ഡാറ്റ സെലക്ഷൻ ലൈൻസ്, ആൻഡ് a combination of which are used to select any of the 4 data input lines. So we have 4 input line in a 4-to-1 multiplexer. That means D0, D1, D2, D3 are the input lines. ഇതാണ് ഇവിടെ input lines ആയിട്ട് കാണുന്നത്, D0 മുതൽ D3 വരെയുള്ളത്, and consist of only one output, that is Y. ഈ Y മാത്രമാണ് ഇവിടെ എന്ത് ഔട്ട്പുട്ട് ലൈൻസ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, 4-to-1 മൾട്ടിപ്ലക്സറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. 4 ഇൻപുട്ട് ലൈൻസ്, 2 സെലക്ഷൻ ലൈൻസ് ആൻഡ് 1 ഔട്ട്പുട്ട് ലൈൻസ്. ഓക്കെ, ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നേരത്തെ 2-to-1 ക്ലിയർ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് സ്പീഡ് പോവാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. നേരത്തെ 2-to-1 പറഞ്ഞ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, S0-യും ഇത് S0 ആണ്, ദിസ് ഈസ് S0, ഇത് S0 ആണ്, ഇത് സെലക്ഷൻ ലൈൻ 1 ആണിത്. ദെൻ D0, D1, D2 ആൻഡ് D3 ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഇൻപുട്ട് ലൈൻസ് ആണ്. സോ ദീസ് 2 ആർ ദി സെലക്ഷൻ ലൈൻസ്, ആൻഡ് ദിസ് D4, D0 മുതൽ D3 വരെയുള്ള ഇതാണ് എന്ത് ഇതിൻ്റെ ഡാറ്റ ഇൻപുട്ട് ലൈൻ എന്ന് പറയുന്നത്. So depending on the selection lines 0, 0, 0, 1, 1, 0, 1, 1 അതാണ് സെലക്ഷൻ ലൈൻസ് കോമ്പിനേഷൻസ് വരിക. ആ ഓരോ കോമ്പിനേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ D0, D1, D2, D3 ഏതെങ്കിലും ഒന്ന് മാത്രം ഈ ഔട്ട്പുട്ട് ലൈനിൽ Y നമുക്ക് കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞ 2-to-1 സെയിം പ്രിൻസിപ്പിൾ ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് വെക്കുക. സെയിം പ്രിൻസിപ്പിളാണ് വരിക. ഓക്കെ, കണക്ഷൻ നല്ലപോലെ നോട്ട് ചെയ്ത് വെക്കുക. സോ 4-to-1 ആണ് നിങ്ങൾ യൂഷ്വലി എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരിക. ഓക്കെ, സോ അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിളിലേക്ക് പോകാം നമുക്ക്. കാരണം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, തൊട്ട് മുമ്പ് 2-to-1 പറഞ്ഞുകൊണ്ട് ട്രൂത്ത് ടേബിൾ നോക്കിയിട്ട് അത് ഫില്ല് ചെയ്ത് നമുക്ക് പോകാം. ഓക്കെ, സോ ഇതാണ് 4-to-1 മൾട്ടിപ്ലക്സറിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. സെലക്ഷൻ ലൈൻ S1 ആൻഡ് S0, അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തത്. നമുക്കറിയാം 0, 0 വരും, 0, 1 വരും, 1, 0 വരും, ആൻഡ് 1, 1 വരും. ഈ ഓരോ കോമ്പിനേഷൻ അനുസരിച്ച് അറ്റ് എ ടൈമിൽ ഒരു ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ, അതാണ് ഇവിടെ Y. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ വെച്ച് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കിട്ടൂല്ലേ. കാരണം നോക്കാം നമുക്ക് എന്താണുള്ളത്. സപ്പോസ് ഇൻപുട്ട് ലൈനിൽ S0, 0-യും S1, 1-ഉം വരിക വിചാരിക്കാം. 0, 1. 0, 1 മീൻസ് ദാറ്റ് ഈസ് ഡെസിമൽ വാല്യൂ. സീറോയും 0-യും, അതായത് S1-ന്റെ വാല്യൂം 0, S0-ന്റെ വാല്യൂം 0. ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇറ്റ് ഈസ് D0. അതായത് ഡാറ്റ ഇൻപുട്ട് ലൈന് D0 ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. രണ്ടാമത്തത് 0-യും 1-ഉം ആവുന്ന കേസ്, അതിൻ്റെ ഡെസിമൽ വാല്യൂ 1 ആണ്. സോ വി റൈറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ടിൽ നമുക്ക് D1 കിട്ടും. ഓക്കെ, ദെൻ മൂന്നാമത്തത് 1, 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം D2 ആണ് അതിൻ്റെ ഡെസിമൽ ഇക്വാലൻറ്റ്. സോ വി ക്യാൻ റൈറ്റ് D2 ഇൻ ഔട്ട്പുട്ട്. അതായത് ഈ ഒരു കോമ്പിനേഷനിൽ ഇത് മാത്രമേ ഔട്ട്പുട്ട് ലൈനിലേക്ക് കണക്റ്റഡ് ആവുന്നുള്ളൂ, ബാക്കിയൊക്കെ 0 ആയി പോകും. അതാണ് ഐഡിയ, നിങ്ങൾക്ക് അറിയാം അല്ലേ, തൊട്ട് മുമ്പ് പറഞ്ഞു. ദെൻ 1, 1 എന്നുള്ള കോമ്പിനേഷൻ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് D3. ഓക്കെ, D3 ആണ് എന്ത് വരുന്നത് ഈ ഔട്ട്പുട്ടിലേക്ക് വരിക. അതായത് 0, 0 വരുമ്പം ഔട്ട്പുട്ട് D0 ആവുകയും 0, 1 ആകുമ്പോൾ ഔട്ട്പുട്ട് D1 ആവും, 1, 0 ആകുമ്പോൾ D2 ആവും, 1, 1 ആകുമ്പോൾ D3 ആവും. ഇതാണ് ബേസിക് ഐഡിയ. ക്ലിയർ ആണോ? സിമ്പിൾ ആണല്ലേ. തൊട്ട് മുമ്പത്തെ ആ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ അറ്റ് എ ടൈമിൽ ഒരെണ്ണം മാത്രം അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സെലക്ഷൻ ലൈൻസ് ആണ് ഒരു 4-to-1 മൾട്ടിപ്ലക്സർ ഉള്ളത്. അതേതൊക്കെയാണ്? S0-യും S1-ഉം ആണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ആ ഐഡിയ കിട്ടിയെന്നായിരിക്കുന്നു. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് വരുന്നത് നോക്കി. സോ ഇനി ഇതിൻ്റെ ഒരു ഇക്വേഷൻ, അതായത് നമുക്കറിയാം ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷനൊക്കെ കാണുന്നുണ്ട്. ഔട്ട്പുട്ട് ലൈനിൽ നമുക്ക് നോക്കാം ഇക്വേഷൻ. ഡിൻ്റെ വാല്യൂ Y
ഈസ് D0. വളരെ തൊട്ട് മുമ്പ് ട്രൂത്ത് ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ് ഈ പറയുന്നത്. വൈൻ്റെ വാല്യൂ D0 ആവുന്ന എപ്പോഴാണ്? S1ഉം S0യും 0 ആകുമ്പോഴാണ്. ദാറ്റ് മീൻസ് y is equal to ആ ഒരു ഇക്വേഷൻ ആണ് D0 S dash and sorry S1 dash y S0 dash കോംപ്ലിമെൻറ്റ്. ദാറ്റ് മീൻസ് നെഗേഷൻ. നിങ്ങൾക്കറിയാലോ 0 വരുന്നതുകൊണ്ട് മിൻ ടേം എഴുതുമ്പം അത് നെഗേഷനാണ് നമ്മൾ കൊടുക്കുന്നത്, പ്രൈം അല്ലേ, കോംപ്ലിമെൻറ്റ് എന്നുള്ള ലൊക്കേഷൻ. ആൻഡ് y is equal to D1 when എപ്പോഴാണ്? if S1 is equal to 0 and S2 is equal to S0 is equal to 1. S0 1ഉം S1ൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഔട്ട്പുട്ട് y എന്തായിരിക്കും? D1 ആയിരിക്കും. സോ വി ഗെറ്റ് y is equal to D1 S1 dash S. അതേപോലെ നെക്സ്റ്റ് 1 0 ആകുമ്പം സെലക്ഷൻ ലൈൻസ് ആകുമ്പം D2 ആണ് നമുക്ക് ഔട്ട്പുട്ട് ലൈൻ വരുന്നത്. സോ y D2 S S1 S0 dash S D0 D2 S and S0 dash. then yൻ്റെ വാല്യൂ D4 ആവും D3 ആവുന്ന എപ്പോഴാണ്? S1ഉം S0യും 1 1 ആവുമ്പോഴാണ്. സോ y is equal to D S1 S0. അതാണ് ഇക്വേഷൻ. ടോട്ടൽ നമുക്കൊരു ഔട്ട്പുട്ട് ഇക്വേഷൻ ആയിട്ട് കിട്ടുന്നതാണ് ഇവിടെ കാണാം. y is equal to ഈ ഒരു ഫോർമുല അല്ലേ. ഇതാണ് എന്ത്? ഇതിൻ്റെ ഈ ഒരു 4:1 മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ട് ലൈനിൽ നമുക്ക് കിട്ടുന്ന മൊത്തം ഔട്ട്പുട്ട് ഇക്വേഷൻ. ഇത് y is equal to D0 S1 dash S0 dash plus D1 S0 dash S1 dash S0 plus D2 S1 S0 dash plus D3 S1 S0. ഈ ഒരു ഇക്വേഷൻ. സോ ഇത് 4:1. ഇതേപോലെ നിങ്ങൾക്ക് തൊട്ട് മുമ്പത്തെ 2:1 എഴുതാൻ പറ്റും ഇക്വേഷൻ എന്താണെന്നുള്ളത്. ഞാൻ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതേണ്ടി വരുന്ന സമയത്ത് ഈ 4:1 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നല്ലത്. സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ലെങ്കിൽ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ, മൾട്ടിപ്ലക്സർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിത്ത് എക്സാമ്പിൾ ചോദിച്ചാൽ 4:1 ആണ് എടുക്കാൻ നല്ലത്. അതുകൊണ്ടാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 2:1 ആണെങ്കിൽ അതേപോലെ ഇക്വേഷൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 8:1 മൾട്ടിപ്ലക്സറിലേക്ക് പോകും. അല്ല 8:1 ഇപ്പോൾ 4:1 പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട. കാരണം എത്ര ഇൻപുട്ട് ലൈൻസ് ഉണ്ട്, എല്ലാം സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്, എല്ലാം വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എന്നാലും ഞാനതൊന്ന് ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോവാം. 8:1 മൾട്ടിപ്ലക്സർ ആകുമ്പം 8 ഇൻപുട്ട് ലൈൻസ്, 1 ഔട്ട്പുട്ട് ലൈൻ ആൻഡ് എത്ര സെലക്ഷൻ ലൈൻസ് ഉണ്ടാവും? 3 സെലക്ഷൻ ലൈൻ. ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. D0 മുതൽ D7 വരെയുള്ളതാണ് എന്ത്? നമ്മുടെ ഇൻപുട്ട് ലൈൻസ് ഉള്ളത്. 3 സെലക്ഷൻ ലൈൻസ് ആവശ്യമുണ്ട്. അതാണ് S2 S1 ആൻഡ് S0. ആൻഡ് നമുക്ക് ഒരു ഔട്ട്പുട്ട് ലൈൻ ഉണ്ടാവുക, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ y. നേരത്തെ പറഞ്ഞ പോലെ ഈ S2 S1 S0ൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഈ 8 ഇൻപുട്ട് ലൈൻസിൽ D0 മുതൽ D7 വരെയുള്ള 8 ഇൻപുട്ട് ലൈൻസിൽ ഏതെങ്കിലും ഒന്ന് എവിടെ കണക്ട് ആവും? ഈ ഔട്ട്പുട്ട് ലൈനിലേക്ക് കണക്ട് ആവും. ആ കോമ്പിനേഷൻ 0 0 0 മുതൽ 1 1 1 വരെയുള്ള കോമ്പിനേഷൻ അനുസരിച്ച് ഏതെങ്കിലും ഒന്ന് കണക്ട് ആവും, ഒന്ന് സെലക്ട് ചെയ്യും. ഇത് നമുക്ക് ഡീറ്റെയിൽ പറയണ്ടെന്ന് തോന്നുന്നു. നേരിട്ട് അതിൻ്റെ ഡയഗ്രത്തിലേക്ക് പോകാം. ഈ ഡയഗ്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ കാണുന്ന ഈ മുകളിൽ കാണുന്നതാണ് എന്ത്? അതിൻ്റെ സെലക്ഷൻ ലൈൻസ് S0 S1 ആൻഡ് S2 ഒന്ന് കൂടും. ദെൻ നമുക്കറിയാം 8 ഡിഫറെൻറ്റ് ഇൻപുട്സ് ഉണ്ട്. അതാണ് ഇവിടെ കാണിച്ചത്. D0 മുതൽ D1 D2 D3 D4 D5 D6 D7 ഇതുവരെയുള്ള ഈ D7 വരെയുള്ളത് എന്താണ്? ഇതിൻ്റെ ഇൻപുട്ട് ലൈൻസ് ആണ്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദി സെലക്ഷൻ ലൈൻ, ഈ സെലക്ഷൻ ലൈനിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഈ 8 ഇൻപുട്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രം മറ്റേ ടൈമിൽ ഈ ഔട്ട്പുട്ട് വൈയിൽ നമുക്ക് കിട്ടും. നേരത്തെ പറഞ്ഞ സെയിം പ്രിൻസിപ്പിളും സെയിം ഇക്വേഷൻ അല്ലെങ്കിൽ സെയിം വർക്കിംഗ് ആണ് ഈ ഡയഗ്രത്തിൽ വരുന്നത്. ഡയഗ്രാം മാത്രങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് നേരിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിളിലേക്ക് പോകാം. സോ ട്രൂത്ത് ടേബിൾ എന്ന് പറയാം 3 ഡിഫറെൻറ്റ് ഇൻപുട്ട് ലൈൻസ് സെലക്ഷൻ ലൈൻ കൊണ്ട് 8 കോമ്പിനേഷൻസ് ഉണ്ടാവും. സോ S2 S1 S0 ഇതാണ് കോളം. അതിൻ്റെ ഓരോ കോമ്പിനേഷനും ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 0 0 0 വരുമ്പം എന്ത് വരും? സോ 0 0 0 ആകുമ്പം ഔട്ട്പുട്ടിൽ എന്ത് വരും? നമുക്ക് ഔട്ട്പുട്ടിൽ ഇറ്റ് ഈസ് D0 വരും അല്ലേ. ആൻഡ് 0 0 1 0 0 1 ആവുന്ന കേസിൽ നമുക്ക് ഔട്ട്പുട്ടിൽ ഇറ്റ് ഈസ് D1 വരും ഔട്ട്പുട്ട്. അതേപോലെ 0 1 0 നമുക്കെന്ത് കിട്ടും? ഔട്ട്പുട്ടിൽ D2 കിട്ടും. നെക്സ്റ്റ്
0 1 1 ആവുമ്പോൾ D3 വരും. നെക്സ്റ്റ് 1 0 0 ആവുമ്പോൾ D4 ഡെസിമൽ വാല്യൂ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. 1 0 1 ആവുമ്പം ഇറ്റ് ഈസ് 5. 1 0 1 0 ആവുമ്പം D6 വരും, ഇത് 5 ആണ്. ദെൻ 1 1 1 ആവുമ്പം ഔട്ട്പുട്ട് ലൈൻ എന്താവും? D7 ആവും. സോ ഇതാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇത് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ട്രൂത്ത് ടേബിൾ നേരത്തെ ഫില്ല് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഫോർമുല? ദാറ്റ് മീൻസ് y is equal to D0 അല്ലെ, D0 S2 ഡാഷ് S1 ഡാഷ് S0 ഡാഷ് എന്നിട്ട് അങ്ങനെ പോകും. ഓക്കെ, ഇനി മൾട്ടിപ്ലക്സർ തൽക്കാലം അവിടെ നിന്നു. 3 എക്സാമ്പിൾസ് പറഞ്ഞു, നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു, മനസ്സിലാകും വിചാരിക്കുന്നു. ഇനി മൾട്ടിപ്ലക്സർ ട്രീ എന്താണ്? മൾട്ടിപ്ലക്സർ ട്രീ എന്നാണ് നോക്കേണ്ടത്. സോ മൾട്ടിപ്ലക്സർ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ നമ്മൾ ട്രീ എന്ന് പറയുക? ഒരു ട്രീ സ്ട്രക്ചർ അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ട്രീ സ്ട്രക്ചർ അതായത് ഒരു റൂട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ട്രീ ഉണ്ടാവുന്ന പോലെ തന്നെ ഇങ്ങനെ വ്യാപിച്ച് പോവാം. ഏകദേശം അതേപോലെ തന്നെയാണ് ഒരു മൾട്ടിപ്ലക്സർ ട്രീ എന്ന് പറയുന്നത്. സോ ഒരു മൾട്ടിപ്ലക്സർ ട്രീ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ഇവിടെ 2 to 1 പറഞ്ഞു, നമ്മൾ ഒരു ഈ 4 to 1 മൾട്ടിപ്ലക്സർ പറഞ്ഞു, 8 to 1 ഞാൻ പറഞ്ഞു. സപ്പോസ് ഒരു 64 to 1 മൾട്ടിപ്ലക്സർ പറഞ്ഞു വിചാരിക്കാം. അപ്പം അല്ലെങ്കിൽ ഒരു 128 to 1 മൾട്ടിപ്ലക്സർ, അങ്ങനെ എന്തെങ്കിലും മൾട്ടിപ്ലക്സർ, വലിയ മൾട്ടിപ്ലക്സർ വേണം വിചാരിക്കാം. അപ്പം അതിനെല്ലാം സെപ്പറേറ്റ് മൾട്ടിപ്ലക്സർ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഉണ്ടാക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യുക. അതായത് 4 to 1 മൾട്ടിപ്ലക്സർ നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ടെന്ന് വിചാരിക്കാം. ആ 4 to 1 മൾട്ടിപ്ലക്സർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 16 to 1 മൾട്ടിപ്ലക്സറിലേക്ക് എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 8 to 1 മൾട്ടിപ്ലക്സർ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് എടുക്കുക, ഒരു യൂണിവേഴ്സൽ പ്രോഡക്റ്റ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ 8 to 1 മൾട്ടിപ്ലക്സർ വെച്ചിട്ട് നിങ്ങൾക്ക് 64 to 1 മൾട്ടിപ്ലക്സർ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്? ഒരു 64 to 1 മൾട്ടിപ്ലക്സർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര 8 to 1 മൾട്ടിപ്ലക്സർ ആവശ്യമുണ്ടാവും? ആലോചിച്ച് നോക്കിയോ? ഒരു 9 അല്ലെ 9 8 to 1 മൾട്ടിപ്ലക്സർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കാൻ പറ്റും? ഒരു 64 to 1 മൾട്ടിപ്ലക്സർ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലക്സേഴ്സ് ഉണ്ടാക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നമുക്കുള്ള മൾട്ടിപ്ലക്സർ, അതായത് ചെറിയ മൾട്ടിപ്ലക്സർ ഉപയോഗിച്ചിട്ട് നമ്മൾ വലിയ നമ്പർ ഓഫ് ഇൻപുട്സിനെ ഒന്നിലേക്ക് കണക്ട് ചെയ്യേണ്ട കേസിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുണ്ടാവും? കാസ്കേഡ് ചെയ്യും, മൾട്ടിപ്ലക്സറിനെ കണക്ട് ചെയ്യും തമ്മിൽ. ഒരുപാട് മൾട്ടിപ്ലക്സർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയുന്നത്? മൾട്ടിപ്ലക്സർ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും എന്താണെന്നുള്ളത്. എ മൾട്ടിപ്ലക്സർ ട്രീ, എ ബിഗർ മൾട്ടിപ്ലക്സർ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ കമ്പൈനിങ് സ്മോളർ മൾട്ടിപ്ലക്സർ. നമുക്ക് വലിയ മൾട്ടിപ്ലക്സർ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ചെറിയ മൾട്ടിപ്ലക്സർ ഉപയോഗിച്ചിട്ട് അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. The multiplexer which more number of input can be obtained by cascading 2 or more multiplexer with less number of input. വലിയ ഇൻപുട്ട് വേണ്ട കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡേർഡ് മൾട്ടിപ്ലക്സർ, ചെറിയ നമ്പർ ഓഫ് ഇൻപുട്ട് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് മൾട്ടിപ്ലക്സർ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കാസ്കേഡ് ചെയ്തിട്ട് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ബിഗ് മൾട്ടിപ്ലക്സർ, അതായത് നമ്പർ ഓഫ് ഇൻപുട്ടിൻ്റെ ഒരുപാട് കൂടിയ മൾട്ടിപ്ലക്സർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയക്കാണെന്ന് പറയുന്നത് മൾട്ടിപ്ലക്സർ ട്രീ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഈ ഫിഗർ ഒന്ന് നോക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്. കണ്ടോ, ഇതൊരു 16 to 1 മൾട്ടിപ്ലക്സർ ആണ്. ഈ 16 to 1 മൾട്ടിപ്ലക്സർ ഉണ്ടാക്കാൻ ഞാൻ എന്താ ഉപയോഗിച്ചിട്ടുള്ളത്? ഇവിടെ 5 4 to 1 മൾട്ടിപ്ലക്സർ ആണ്. നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ കാണാം. ഇവിടെ ഒരു 4 to 1 മൾട്ടിപ്ലക്സർ 4 എണ്ണം അല്ലേ, 4 4 to 1 മൾട്ടിപ്ലക്സർ. അതിൻ്റെ ഇൻപുട്ട് നോക്കാം നിങ്ങൾ, D0 D1 D2 D3 കണ്ടിന്യൂഷനെ കൊടുത്താൽ D4 D5 D6 അങ്ങനെ അപ് ടു D15 വരെയുള്ള 16 ഡിഫറെൻറ്റ് ഇൻപുട്ട് ലൈൻസ് ഉണ്ട്. അപ്പോൾ അത് ഓരോന്നും ഇപ്പം ഫസ്റ്റ് 4 ഒരു ഗ്രൂപ്പാണ് ഇൻപുട്ട്. അതൊരു ഫസ്റ്റ് ഈ ഇതിലേക്ക് പോയി മൾട്ടിപ്ലക്സർ 4 to 1 മൾട്ടിപ്ലക്സറിലേക്ക് പോയി. നെക്സ്റ്റ് 4 സെറ്റാണ്, അത് അടുത്തയിലേക്ക് പോയി. നെക്സ്റ്റ് 4 സെറ്റാണ്, അത് അടുത്തയിലേക്ക് പോയി. നെക്സ്റ്റ് 4 അത് അടുത്തയിലേക്ക് പോയി. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും? കോമൺ ആയിട്ട് 2 സെലക്ഷൻ ലൈൻസ് കൊടുത്തു. ഇനി ഇതിൻ്റെ
ഓരോന്നിനും അല്ലേ ഓരോ ഫോട്ടോ ഇപ്പോൾ 4 എന്തുണ്ട് ഇവിടെ ഫോട്ടോ 1 മൾട്ടിപ്ലക്സർ ഉണ്ട്, അതിനെല്ലാം ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും, 4 ഔട്ട്പുട്ടായി. അപ്പം ഈ 4 ഔട്ട്പുട്ടും കൂടെ എന്ത് ചെയ്തു ഒരു സിംഗിൾ ഫോട്ടോ 1 മൾട്ടിപ്ലക്സറിലേക്ക് കണക്ട് ചെയ്തു. ഇനി ഇവിടെ 4 വരുന്നതിനെ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് മൾട്ടിപ്ലക്സറിന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഈ സെലക്ഷൻ ലൈൻസ് ഉപയോഗിച്ചിട്ട് ഇവിടെ നിങ്ങൾ കാണുന്ന ഈ 2 സെലക്ഷൻ ലൈൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് മാത്രം ഔട്ട്പുട്ട് ലൈനിലേക്ക് എത്താം. അതായത് ഇപ്പം D0 മാത്രം എത്തണമെങ്കിൽ ഇവിടെ നിങ്ങൾ S0ന്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ D0 കിട്ടും ഔട്ട്പുട്ട്. ഇനി ഇതാണ് നിങ്ങൾക്ക് വരണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ ഇവിടെ 0 ആക്കിയാൽ ഇത് മാത്രമേ വരുള്ളൂ ഔട്ട്പുട്ട്. ആ ഒരു ഐഡിയ നോക്കാം നിങ്ങൾ. സോ യൂസിങ് ദിസ് സെലക്ഷൻ ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേതെങ്കിലും ഒന്നിനെ ഈ 16 ഇൻപുട്ടിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് മൾട്ടിപ്ലക്സർ ട്രീ എന്ന് പറയുന്നത്. ഇതൊരു 16:1 മൾട്ടിപ്ലക്സർ ആണ്. നിങ്ങൾ ഒരു ഡയഗ്രാം വരച്ച് നോക്കുക. ഒരു 64:1 മൾട്ടിപ്ലക്സർ യൂസിങ് 8:1 മൾട്ടിപ്ലക്സർ. അതായത് 8:1 മൾട്ടിപ്ലക്സർ ഉപയോഗിച്ചിട്ട് 64 ഇൻപുട്ട് ഉള്ള ഒരു മൾട്ടിപ്ലക്സർ ട്രീ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക, ഒരു വർക്കാക്കിയിട്ട് എടുക്കുക. അത് ഇതാണത് മൾട്ടിപ്ലക്സർ ട്രീ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് മൾട്ടിപ്ലക്സറും അതേപോലെ മൾട്ടിപ്ലക്സർ ട്രീയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇപ്പം പറഞ്ഞ മൾട്ടിപ്ലക്സറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡി മൾട്ടിപ്ലക്സേഴ്സ് ആണ്. ഡി മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപ്ലക്സർ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് ആര് ചെയ്യുക, ഒരു ഡി മൾട്ടിപ്ലക്സർ ചെയ്യുക. അതായത് ഒരു ഇൻപുട്ട് ലൈനേ ഇവിടെ ഉണ്ടാവുള്ളൂ. നേരത്തെ n ഇൻപുട്ട് ഉള്ളിടത്ത് ഇവിടെ ഒരു ഇൻപുട്ട് ലൈനേ ഉണ്ടാവുള്ളൂ, n നമ്പർ ഓഫ് എന്തുണ്ടാവും ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും. ഈ വരുന്ന ഇൻപുട്ട് ലൈന് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ലൈനിലേക്ക് മാത്രം, ഒന്നുകൂടെ പറയാം, വരുന്ന ഇൻപുട്ട് ലൈൻസിൽ ഒന്നേ ഉള്ളൂ, അത് അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ലൈനിലേക്ക് മാത്രം കണക്ട് ചെയ്യും നമ്മൾ. അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തുണ്ടാവും സെലക്ഷൻ ലൈൻസ് ഉണ്ടാവും. ഓക്കെ ആണോ ഐഡിയ? നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം കണ്ടാൽ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. സോ ഡി മൾട്ടിപ്ലക്സർ, അതിനെ ഷോർട്ടായിട്ട് ഡിമക്സ് എന്ന് പറയും. ഡി മൾട്ടിപ്ലക്സർ പെർഫോം ദ റിവേഴ്സ് ഓപ്പറേഷൻ ഓഫ് എ മൾട്ടിപ്ലക്സർ. എന്താണോ ഒരു മൾട്ടിപ്ലക്സർ ചെയ്യുന്നത് അതിന്റെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ് ആര് ചെയ്യുന്നത്, ഒരു ഡി മൾട്ടിപ്ലക്സർ ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് ഇൻപുട്ട് ഫ്രം വൺ ലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ടു എ ഗിവൺ നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻ. സോ ഒരു ഡി മൾട്ടിപ്ലക്സറിന് ഒരു ഇൻപുട്ട് ലൈനേ ഉണ്ടാവുള്ളൂ ആൻഡ് n നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും. ഇറ്റ് ഓൾസോ നോൺ ആസ് ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ് ഇതിനെ സാധാരണ പറയുന്നത്. എ ഡീമൾട്ടിപ്ലക്സർ വിത്ത് 2n ഔട്ട്പുട്ട് ലൈൻസ് ഷുഡ് ഹാവ് n ഡാറ്റ സെലക്ഷൻ ലൈൻസ്. അതായത് 2n ഔട്ട്പുട്ട് ലൈൻ ഉണ്ടെങ്കിൽ n എന്ത് വേണം, സെലക്ഷൻ ലൈൻ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ സെയിം പ്രിൻസിപ്പിൾ ആണ്. അതായത് മൾട്ടിപ്ലക്സർ നമ്മൾ പറഞ്ഞു എത്ര സെലക്ഷൻ ലൈൻ വേണമെന്നുള്ളത്, ഇക്വേഷൻ സെയിം ഇക്വേഷൻ ആണ് ഫോം ചെയ്യുന്നത്. അതായത് 2 ഔട്ട്പുട്ട് ലൈൻ ആണെങ്കിൽ നമുക്ക് ഒരു സെലക്ഷൻ ലൈൻ മതി, 4 ഔട്ട്പുട്ട് ലൈൻ ആണെങ്കിൽ 2 സെലക്ഷൻ ലൈൻ വേണം, 8 ഔട്ട്പുട്ട് ലൈൻ ആണെങ്കിൽ നമുക്ക് 3 സെലക്ഷൻ ലൈൻ വേണം. നേരത്തെ പറഞ്ഞ സെയിം വർക്കിംഗ് തന്നെയാണ്. അപ്പം ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സോ ഒരു ഡീമൾട്ടിപ്ലക്സറിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. സോ ഇറ്റ് ഹാസ് ജസ്റ്റ് 1 ഇൻപുട്ട് ലൈൻ, ദാറ്റ് ഈസ് ഡി ആണ് ഇവിടെ കൊടുത്തത്, ആൻഡ് n നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻസ്, ദാറ്റ് ഈസ് y0, y1, y2, yn-1 അപ് ടു n നമ്പർ ഓഫ് എന്തുണ്ട് ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും. സോ ഡിപ്പെൻഡിങ് ഓൺ ദിസ് നമ്പർ വി ഹാവ് നമ്പർ ഓഫ് സെലക്ഷൻ ലൈൻ, ദാറ്റ് ഈസ് S0, S1, S2 അപ് ടു Sn-1. അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇതാണ് അതിൻ്റെ ഒരു ഡീമൾട്ടിപ്ലക്സറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു 1 to 4 ഡീമൾട്ടിപ്ലക്സർ എങ്ങനെയാണെന്നുള്ളത്. എ 1 to 4 ഡീമൾട്ടിപ്ലക്സർ ആസ് സിംഗിൾ ഇൻപുട്ട് ലൈൻ, ഒബ്വിയസ്ലി ഒരു ഇൻപുട്ട് ലൈനേ ഉണ്ടാവുള്ളൂ. ഡി 2 സെലക്ഷൻ ലൈൻസ്, ദാറ്റ് ഈസ് S0 ആൻഡ് S1. 4 ഇൻപുട്ട് ആയതുകൊണ്ട് 2 സെലക്ഷൻ ലൈൻ, ആ 2n എന്നുള്ള പ്രിൻസിപ്പിൾ. ആൻഡ് 4 ഔട്ട്പുട്ട് ലൈൻസ്. എത്ര ഔട്ട്പുട്ട് ലൈൻ? 4 ഔട്ട്പുട്ട് ലൈൻ, y0, y1, y2 and y3. The input data goes to any of the 4 output line at a given time for a particular combination of selection line. നമ്മൾ കൊടുത്ത ഈ ഒരു ഇൻപുട്ട് ലൈൻ, ഈ ഡാറ്റ ലൈന് ഈ 4 ഇൻപുട്ടിൽ ഔട്ട്പുട്ടിൽ y0 മുതൽ y1, y2, y3 ഇല്ല ഈ 4 ഇൻപുട്ടിൽ ഔട്ട്പുട്ടിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ഈ ഡാറ്റ കണക്ട് ചെയ്യും അറ്റ് എ ടൈം. ഒന്നിലേക്ക്, ഒന്നെങ്കിൽ y0 അല്ലെങ്കിൽ y1 അല്ലെങ്കിൽ y2 അല്ലെങ്കിൽ y3. ഓക്കെ, അങ്ങനെ പോകും. ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രം. ആ ഏതിലേക്ക് പോകണം, ഈ ഈ ഔട്ട്പുട്ട് ലൈനിലേക്ക് ഏതിലേക്കാണ് ഇത് കണക്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇവിടെ സെലക്ഷൻ ലൈൻ. സോ 2 സെലക്ഷൻ ലൈൻസ് ആണ് ഇവിടെ ഉള്ളത്. സിൻസ് വി ഹാവ് 4 ഔട്ട്പുട്ട് ലൈൻസ്, നമുക്ക് S0യും S1 2 സെലക്ഷൻ ലൈൻസ് ഉണ്ടാവുള്ളൂ.
സോ ഡിപ്പെൻഡിങ് ഓൺ ദി വാല്യൂ ഓഫ് S0 ആൻഡ് S1 ഈ ഡാറ്റ ഇൻപുട്ടിന് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്ത് കൊടുക്കും. സോ അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് ഡി, ഒരു ഇൻപുട്ടേ ഉള്ളൂ. സോ ഓൾവേസ് ഇറ്റ് ഈസ് ഡി. സെലക്ഷൻ ലൈൻസ് രണ്ടെണ്ണം ഉണ്ട്, S1 ആൻഡ് S0. സോ 0 0 0 1 1 0 1 1 ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻസ്. ഡിപ്പെൻഡിങ് ഓൺ ദിസ് വാല്യൂസ്, ഈ S0ൻ്റെയും S1ൻ്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിലേക്ക് ഈ ഇൻപുട്ടിനെ കണക്ട് ചെയ്യും. നോക്കുക നിങ്ങൾ, ഇൻപുട്ട് ഡി ആണ്, മീൻസ് കൊണ്ട് ഇൻപുട്ടേ ഉള്ളൂ. 0 0 ഇൻപുട്ട് വന്നു, ആ സമയത്ത് നമ്മുടെ y എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, y0 ആണ്. സോ y0യിലാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. അതേപോലെ 0 1 വരുന്ന കേസിൽ y1ലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ റിസൾട്ട് കിട്ടുന്നത്. അല്ലേ, ഇവിടെ കാണാം നിങ്ങൾക്ക് 0 0 ആകുമ്പം ഇതാണ് കേസ്. 0 0 ആകുമ്പം y0 ആണ് ഔട്ട്പുട്ട്. 0 1 ആകുമ്പം നേരെ പ്രതി എവിടേക്ക് വരും ഔട്ട്പുട്ട്, ഈ y1ലേക്ക് വരും. 1 0 ആകുമ്പോൾ നേരെ അത് y2ലേക്ക് വരും. 1 1 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്താവും നമ്മുടെ, ഇറ്റ് ഈസ് y3. സോ ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. ഇപ്പം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു ഇൻപുട്ട് ലൈൻ, n number of output lines, and depending on number of output line we have some selection line. ആ സെലക്ഷൻ ലൈൻ്റെ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് ഈ ഇൻപുട്ടിനെ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ലിങ്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ സിമ്പിൾ ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ആകുമ്പോൾ അതിനൊരു ഇക്വേഷൻ നമുക്ക് റിലേഷൻഷിപ്പ് കണ്ടെത്തേണ്ടതുണ്ട്. ആ റിലേഷൻഷിപ്പാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. സോ from the table, the output logic can be expressed in min terms of as given below. ഈ താഴെ കൊടുത്ത പോലെ നമുക്ക് എഴുതാൻ പറ്റും. That means y0 is equal to d s1 s0, sorry, s1 dash s0 dash d, and y1 is equal to s1 dash s0 d. y2 equation s1 s0 dash and d. y3 equation S1 S0 D. So ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ റിലേഷൻഷിപ്പാണ് കാണുന്നത്. ഫ്രം ദി എബോവ് ബൂളിയൻ എക്സ്പ്രഷൻ 1 to 4 ഡൈമൾട്ടിപ്ലക്സർ ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ യൂസിങ് for 3 input AND gates and 2 NOT gates as a given shown in the below figure. So ഇതിൻ്റെ ഈ ഇക്വേഷൻ വെച്ച് ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനുള്ള ഒരു എത്ര നമ്പർ ഓഫ് ഇൻപുട്ട് വേണം, ഗേറ്റ്സ് വേണമെന്നുള്ള നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. സോ വി നീഡ് 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്സ് ആൻഡ് 2 നോട്ട് ഗേറ്റ്. 2 നോട്ട് ഗേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സർക്യൂട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതാണ് തൊട്ടടുത്ത് കാണിച്ചിട്ടുള്ളത്. സോ S0 S1 രണ്ടെണ്ണം, ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്. ഈ നോട്ട് ഗേറ്റിലൂടെയും പോയിട്ട് അല്ലെങ്കിൽ ഒരു ഡാറ്റ ഇൻപുട്ട് ലൈൻ ഉണ്ട്. സോ ഡിപ്പെൻഡിങ് ഓൺ ദിസ് 2 വാല്യൂ, അതായത് ഇവിടെ കൊടുത്ത ഈ S0ൻ്റെയും S1ൻ്റെയും വാല്യൂവിനനുസരിച്ചിട്ട് ഈ ഡാറ്റ ലൈൻ, ഇതാണ് ഡാറ്റ ലൈൻ, ഈ ഡാറ്റ ലൈൻ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടിലേക്ക് പോകും. ഇത് D0 0 ആണെങ്കിൽ D0 ആയിരിക്കും ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്, y0ലേക്ക് പോകും. 0 1 ആണെങ്കിൽ y1ലേക്ക് പോകും. 1 0 ആണെങ്കിൽ y2ലേക്ക് പോകും. 1 1 ആണെങ്കിൽ y3ലേക്ക് പോകും. ഇതാണ് ഐഡിയ. ഈ ഡയഗ്രാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡിമൾട്ടിപ്ലക്സർ ചോദിച്ചാൽ നിങ്ങൾ 1 to 4 മാത്രം എഴുതാൻ മതി. ഇനി അതെല്ലാം സ്പെസിഫിക് ചോദിച്ചാൽ 1 to 8 ചോദിച്ചാൽ ഇതേപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, സുഖമാണ്. ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഏത് കോമ്പിനേഷനും എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മൾട്ടിപ്ലക്സർ ട്രീ, ഡിമൾട്ടിപ്ലക്സർ ട്രീ, എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രാം. അപ്പം ഞാൻ നേരത്തെ മൾട്ടിപ്ലക്സർ പറഞ്ഞു, മൾട്ടിപ്ലക്സർ ട്രീ പറഞ്ഞു അല്ലേ, അതേപോലെ ഡിമൾട്ടിപ്ലക്സറും പറഞ്ഞു. സോ എന്താണ് ഈ ഡിമൾട്ടിപ്ലക്സർ ട്രീ, അത് നിങ്ങളൊന്ന് ആൻസർ ചെയ്യണം വിത്ത് ഡയഗ്രാം. ഓക്കെ, ഒരു 1 to 64 ബിറ്റ് നിങ്ങൾ എഴുതേണ്ടത് 1 to 64 DMUX ട്രീ. ഒരു 1 to 64 ബിറ്റ് 64 ഡിമൾട്ടിപ്ലക്സർ ട്രീ നിങ്ങളൊന്ന് വരച്ചു നോക്കുക. എക്സ്പ്ലെയിൻ ചെയ്യുക എന്താണെന്നുള്ളത് വിത്ത് ബ്ലോക്ക് ഡയഗ്രാം ആൻഡ് ദിസ് എക്സാമ്പിൾ. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണുന്നത്, വാട്ട് ആർ ദി അപ്ലിക്കേഷൻസ് ഓഫ് മൾട്ടിപ്ലക്സർ ആൻഡ് ഡിമൾട്ടിപ്ലക്സർ. നമ്മൾ കമ്പ്യൂട്ടറിൽ എവിടെയൊക്കെയാണ് മൾട്ടിപ്ലക്സറും അതേപോലെ ഡിമൾട്ടിപ്ലക്സറും നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ഇതിൻ്റെ നോട്ടിൽ കണ്ടിന്യൂഷൻ ആയിട്ട് ആൻസർ ചെയ്ത് വെക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്.
സോ അപ്പം ഇത്രയാണ് മൾട്ടിപ്ലക്സറും ഡീമൾട്ടിപ്ലക്സറും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ മൾട്ടിപ്ലക്സർ ആൻഡ് ഡീമൾട്ടിപ്ലക്സർ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. സോ മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻപുട്ട് ലൈൻസ് നിന്ന് ഒരു ഔട്ട്പുട്ട് ലൈൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കണക്ഷൻസ് കൺവേർട്ട് ചെയ്യുന്നതാണ്. അത് നമ്മൾ സെലക്ഷൻ ലൈൻസ് ഉപയോഗിക്കും. ആ കോമ്പിനേഷൻസ് പറഞ്ഞു. 3 ടൈപ്പിൽ നമ്മൾ മൾട്ടിപ്ലക്സർ പറഞ്ഞു. 2 to 1, അതേപോലെ 4 to 1, ദെൻ 8 to 1 ആൻഡ് മൾട്ടിപ്ലക്സർ ട്രീ പറഞ്ഞു അല്ലേ, അതെന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഡീമൾട്ടിപ്ലക്സർ പറഞ്ഞു. ഡീമൾട്ടിപ്ലക്സർ എന്താണോ മൾട്ടിപ്ലക്സർ ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഒരു ഇൻപുട്ട് ലൈൻ ഉണ്ടാവും, n നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും, ആൻഡ് സെലക്ഷൻ ലൈൻസും ഉണ്ടാവും. ഈ സെലക്ഷൻ ലൈനിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് വരുന്ന ഇൻപുട്ടിനെ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ദെൻ ഡീമൾട്ടിപ്ലക്സർ ട്രീ എന്താ നിങ്ങൾ എഴുതുക. ദെൻ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്നുള്ളത്, മൾട്ടിപ്ലക്സറിൻ്റെയും ഡീമൾട്ടിപ്ലക്സറിൻ്റെയും അപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം എക്സാമിന് ചോദിക്കുമ്പം ഒരു 4 to 1 അല്ലെങ്കിൽ 1 to 4 മൾട്ടിപ്ലക്സറും ഡീമൾട്ടിപ്ലക്സറും ഒന്ന് നല്ലോണം പഠിച്ചു വെക്കുക. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം, അതിൻ്റെ സിംബോളിക് ഡയഗ്രാംസും ഒക്കെ പഠിച്ചു വെക്കുക. ട്രൂത്ത് ടേബിൾ എല്ലാം ഇക്വേഷൻസും ഒക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ തൽക്കാലം നമുക്ക് ബൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.